ഈ ഡംബൽ ലാറ്ററൽ റൈസ് എന്ന് പറയുന്നത് വേസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൈകൾ ഈ ഹൊറിസോണ്ടൽ പൊസിഷനിൽ വരുമ്പോൾ മാത്രമേ നമ്മുടെ ഡെൽറ്റോയിഡ് മസിൽസിന് ഒരു സ്ട്രെയിൻ കിട്ടത്തുള്ളൂ. ഇവിടെ നിന്നും ഇവിടം വരെ യാതൊരുവിധ സ്ട്രെയിനും കിട്ടത്തില്ല. എന്നാൽ കേബിൾ ലാറ്ററൽ റൈസ് ആണെങ്കിൽ ത്രൂ ഔട്ട് ദ റേഞ്ച് ഓഫ് മോഷനിൽ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ടെൻഷൻ നമ്മുടെ മസിലിൽ കിട്ടുന്നു. അതുകൊണ്ട് ഡംബൽ ലാറ്ററൽ റൈസ് എന്ന് പറയുന്നത് വേസ്റ്റ് ആയിട്ടുള്ള എക്സസൈസ് ആണ്. നിങ്ങൾ കേബിൾ ലാറ്ററൽ റൈസ് മാത്രമേ ചെയ്യാവൂ. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങളെ പോലെ തന്നെ ഞാനും കാണാറുണ്ട്. പക്ഷെ ആർക്ക് എന്നുള്ളതാണ് വലിയ ചോദ്യം. ഉദാഹരണത്തിന് 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഇതുവരെ അയാൾ ഒരു എക്സസൈസും ചെയ്തിട്ടില്ല, ജിമ്മിലും ഒന്നും പോയിട്ടില്ല. അങ്ങനെയുള്ള ചില ആളുകൾക്ക് സ്വന്തം കൈ ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെയൊന്ന് പൊക്കാൻ പോലും പറ്റാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആയിട്ടുള്ള ഡംബൽസ് തന്നെയാണ്. ഡംബൽസ് 1 kg മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. എന്നാൽ കേബിളിന്റെ സ്റ്റാർട്ടിംഗ് വെയിറ്റ് എന്ന് പറയുന്നത് 5 kg ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ജിമ്മിൽ ആദ്യമായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഈ കേബിളിൽ വർക്കൗട്ട് ചെയ്യാൻ കൊടുത്താൽ ത്രൂ ഔട്ട് ദ റേഞ്ച് ഓഫ് മോഷൻ കേബിൾ സ്ട്രെസ് കിട്ടുന്നത് കൊണ്ടും അതുപോലെ തന്നെ കേബിളിന് ഒരു കൺട്രോളബിൾ മൂവ്മെന്റ് ആയതുകൊണ്ടും ആ വ്യക്തിക്ക് ഒരിക്കലും ഡംബലിൽ ഈസി ആയിട്ട് വെയിറ്റ് പൊക്കാൻ, ഫ്രീ ആയിട്ട് വെയിറ്റ് പൊക്കാൻ പറ്റുന്നത് പോലെ ഒരിക്കലും കേബിളിൽ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഡംബലിൽ റേഞ്ച് ഓഫ് മോഷൻ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പൊക്കുന്ന സമയത്ത് നമുക്ക് മസിൽസിനോ ജോയിൻസിനോ കുറച്ച് സ്ട്രെയിൻ ഫീൽ ചെയ്താലും നമുക്ക് ഈ ആംഗിൾ ഒന്നും മാറ്റി നമുക്ക് ഈസി ആയിട്ട് വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാകാൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളുടെ ബോഡിക്ക് ഒരു എബിലിറ്റി ഉണ്ട്. അതായത് നമ്മൾ ഡംബൽ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊക്കുന്ന വഴി നമുക്ക് ഇവിടെ ഒരു ഷോൾഡറിന് ഒരു പെയിൻ ഫീൽ ചെയ്താൽ നമ്മളുടെ ബോഡി നമ്മൾ പോലും അറിയാതെ ഈ കൈയുടെ ആംഗിൾ ചെറിയൊരു മാറ്റം വരുത്തി മുമ്പോട്ടോ പുറയിലോട്ടോ വരുത്തി അത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും. അത് ഫ്രീ വെയിറ്റ് ആയതുകൊണ്ടും ഡംബൽ ആയതുകൊണ്ടും നമുക്കത് പറ്റും. പക്ഷെ കേബിളിൽ റേഞ്ച് ഓഫ് മോഷൻ ഏകദേശം ഫിക്സഡും കൺട്രോളും ആയതുകൊണ്ട് തന്നെ നമുക്ക് ബിഗിനേഴ്സിന് ആ ഒരു മൂവ്മെന്റ് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു ആംഗിൾ മാറ്റിയുള്ള കള്ളത്തരം നമുക്ക് കേബിളിൽ അത്രയ്ക്ക് കണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബിഗിനേഴ്സിന് എപ്പോഴും നല്ലത് ഡംബൽസെ പ്രോഗ്രസീവ് ഓവർലോഡ് കൊടുക്കുന്നതാണ്. കുറച്ചുകൂടെ നിങ്ങളൊരു അഡ്വാൻസ്ഡ് അത്ലറ്റ് ഒക്കെ ആയി വരുമ്പോൾ, ഇല്ല ഒരു ഇന്റർമീഡിയറ്റ് ഒക്കെ ആയി വരുമ്പോൾ നിങ്ങൾക്ക് കേബിളും ഡംബലും രണ്ടും ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ മുഴുവൻ അറിവുകളും ഗൂഗിളോ അല്ലെങ്കിൽ ഇന്റർനെറ്റിനോ മാത്രം ആശ്രയിക്കാതെ, അല്ലെങ്കിൽ സർട്ടിഫിക്കേഷനോ മാത്രം ആശ്രയിക്കാതെ കുറച്ചൊക്കെ നമ്മളുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും അതുപോലെ ലോജിക്കലായിട്ടുള്ള തിങ്കിങ് കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കണം. സീ യു നെക്സ്റ്റ് വീഡിയോ.